ഹലോ ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈസ്റ്ററൊക്കെ? ഇവിടുത്തെ ഈസ്റ്റർ വൻ സംഭവമായിരുന്നില്ല, പക്ഷേ എന്നാൽ ശോകമായിരുന്നില്ല. ഒരു തട്ടിക്കൂട്ടി ഈസ്റ്റർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലത്തെ അത്ര ഓളൊന്നും ഒരു ജർമ്മനിയിലും കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഒരു ഈസ്റ്ററായിരുന്നു ഈ കഴിഞ്ഞത്. ദുഃഖ വെള്ളിയാഴ്ചയും എനിക്ക് വർക്കുണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ദുഃഖ ശനിയാഴ്ച കാലത്തായി. ഞാൻ വന്നോടെ തന്നെ കിടന്നുറങ്ങി. പിന്നെ എണീറ്റു ചോറുണ്ടു, വീണ്ടും കിടന്നുറങ്ങി. പിന്നെ ഞായറാഴ്ചയായി. അങ്ങനെ പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നുണ്ട്. ഈസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ കാലത്ത് എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ചിക്കൻ ബിരിയാണി വെച്ചാലെന്ന് വെച്ചത്. എന്നാൽ പിന്നെ ആവട്ടെ എന്ന് വെച്ചു. കാലത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ മസാലയൊക്കെ പെട്ടി ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചു. വൈകുന്നേരത്തേക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. ക്ലിൻ്റനാണ് മെയിൻ ഷെഫ്. കാരണം ക്ലിൻ്റനാണ് ഈ ആശയം കൊണ്ടുവന്നത്. അപ്പോൾ ക്ലിൻ്റൻ തന്നെ കുക്ക് ചെയ്യണ്ടേ, അതല്ല എൻ്റെ ശരി. ചെറിയ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവന്മാർ കുപ്പിയൊക്കെ അടിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് കിടന്നു. പിന്നെ നോക്കിയപ്പോൾ എല്ലാവരും കിച്ചണിലുണ്ട്. സാധനങ്ങളൊക്കെ നുറുക്കി അവന്മാർ സെറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ആദ്യത്തിനാണെങ്കിൽ ചിക്കൻ വറക്കണ്ടായി. ഞാനും കൃഷ്ണദേവും ക്ലിൻ്റനും കൂടി ആ നോക്കിയിരിക്കണ്ടായി. ക്ലിൻ്റനാണ് വെക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലിൻ്റൻ്റെ തലയിലേക്ക് ദൗത്യം ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്ലിൻ്റൻ നൈസായിട്ട് വലിഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ഉണ്ടാക്കി. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് കറിയാക്കി, റൈസ് വേവിച്ച് അതിന് മുകളിലേക്ക് ദമ്മിട്ടു എന്നൊക്കെ ഒരു പേരിനാട്ടോ, വെറുതെ ജസ്റ്റ് മൂടി വെച്ചൊന്ന് ചൂടാക്കി. ഇനിയാണ് മക്കളെ ചടങ്ങ്. ദമ്മ് പൊട്ടിച്ചു. പേരിനുള്ള ദമ്മ് പൊട്ടിക്കലാണ്. അത് മനസ്സിലായി. അതല്ല ചിക്കൻ എന്ത് ചെയ്യുന്നു ബിരിയാണിക്കകത്തുള്ള വരടാ, പൊന്തി വരണ കണ്ടില്ലേ? ആയത്തിനാണെങ്കിൽ ചിക്കൻ കാണാണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഗഡിമോന് ദമ്മിടേണ്ട പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്ന് ഒന്നുകൂടി പഠിപ്പിച്ചിരുന്ന അവസ്ഥയായി. അങ്ങനെ ക്ലിൻ്റൻ്റെ തുടർച്ചയായ പരിശ്രമത്തിന് ശേഷം 2-3 പീസ് ചിക്കൻ കിട്ടി. ചിക്കൻ കണ്ടപ്പോൾ തന്നെ ആദ്യം ഹാപ്പിയായി ഞങ്ങളും. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലത്തെ ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ബിരിയാണി. കിടിലം ബിരിയാണി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ തന്നെ എന്നൊക്കെ പറയണമെന്നായിരുന്നു ഞാൻ കഴിക്കുന്നതിന് മുമ്പ് വിചാരിച്ചത്. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വകയ്ക്ക് കൊള്ളില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഉപ്പ് വളരെ കുറവായിരുന്നു, എസൻസും ഉണ്ടായിരുന്നില്ല. കാരണം അത് കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഈ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ എസൻസ് വാങ്ങാനും പിന്നെ കറുവപ്പട്ട അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇടാനും പറ്റിയില്ല. അവസാനം ഒരു നെയ്ച്ചോറ് എന്നാൽ ബിരിയാണി അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവം പോലെയാണ് ആയത്. ഉപ്പും കുറവായതുകൊണ്ട് തന്നെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിക്കൻ കടിയല്ല കറി അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഈസ്റ്റർ ആഘോഷിച്ചു. ഞങ്ങളുടെ ഇവിടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള 2 പേര് വേറെ സ്പോട്ടിലായിരുന്നു. അവരവിടെയാണ് ആഘോഷിച്ചത്. അങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈസ്റ്ററിൻ്റെ പരിപാടികൾ ഇത്രയൊക്കെ ആയിരുന്നു. ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയ ഒരു ഈസ്റ്റർ ആഘോഷം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.